ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാലോ. അത് തലശ്ശേരി സ്റ്റൈലായിട്ടുള്ള. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം 1 കിലോ ബീഫിന് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് 5 സവാളയാണ്, 4 ടൊമാറ്റോ, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 3 ടീസ്പൂൺ ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത്. അപ്പോൾ 1 കിലോ ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബീഫ് മസാല. ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടില്ല കേട്ടോ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ബീഫ് 20 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുതിനയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് വീണ്ടും ഒരു 20 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമ്മൾ ബീഫ് വേവുന്നത് വരെ ചില ബീഫ് പെട്ടെന്ന് വേവും, ചിലത് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും വേവാൻ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള റൈസ് ഉണ്ടാക്കാം. ഈ പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ ഗീയും ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഈ സവാള നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 1.5 കിലോ ബിരിയാണി റൈസും കൂടി ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വാർത്തെടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് റൈസ് കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറക്കേണ്ടതില്ല കേട്ടോ. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് റൈസ് ഇട്ട് ഉപ്പിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ലെമൺ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്നും കൂടുതൽ റൈസ് വെന്ത് പോയാൽ തന്നെ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് സമമായിട്ട് നമ്മൾ ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഇതുപോലെ ആയി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, ബീഫ് മസാലൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറി മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയൊരു ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കാം.
അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.